ഉള്ള ഓരോ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിലും ജാനകി ഒന്നും സംസാരിച്ചിരുന്നില്ല. മരവിച്ചൊരവസ്ഥയിലായിരുന്നു ജാനകി എന്ന് അവനും മനസ്സിലായിരുന്നു. അവൻ്റെ മിഴികൾ ഇടയ്ക്കിടെ അവളെ തേടുന്നുണ്ടായിരുന്നു. പക്ഷെ അറിയാതെ പോലും ഒരു നോട്ടം അവൾ അവന് നേരെ നൽകിയിരുന്നില്ല. സ്വന്തം ജീവിതത്തോട് തന്നെ ഒരു പ്രതിഷേധം കാണിക്കുന്നത് പോലെയായിരുന്നു അവന് തോന്നിയത്. ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെ ഒരു നീക്കിയിരിപ്പും ആ കണ്ണുകളിൽ അവൻ കണ്ടില്ല. അജ്ഞാതമായ ഏതോ ഒരു വികാരത്തിൻ്റെ പിടിയിലാണ് അവളെന്ന് അവന് തോന്നി. എല്ലാവരുടെയും ഇഷ്ടത്തിന് നിന്നു കൊടുക്കുന്നു. ആരൊക്കെയോ സെലക്ട് ചെയ്യുന്നതൊന്ന് നോക്കുക പോലും ചെയ്യാതെ സമ്മതം പറയുന്നു. അവസാനം അവളുടെ മുടി കെട്ടി നിൽക്കുന്ന മുഖം ശ്രീദേവി ശ്രദ്ധിച്ചു തുടങ്ങി. നിനക്കെന്താ പറ്റിയത്? നിന്റെ വിവാഹ നിശ്ചയമാണ്, നീ ഒരു അഭിപ്രായവും പറയുന്നില്ലല്ലോ, അവൻ ചോദിച്ചു. എല്ലാം നിങ്ങൾ തന്നെ എടുത്താൽ മതി, എനിക്ക് തലവേദനയാണ്. അങ്ങനെ ഒരു മറുപടിയിൽ ഒതുക്കിയവൾ. എന്തു പറ്റി മോളെ നിനക്ക്? ശ്രീവിദ്യയും അലിവോട് അവളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് നിസ്സംഗമായ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. എൻ്റെ ഇഷ്ടത്തിനൊക്കെ എന്ത് പ്രാധാന്യമാണ് ചേച്ചി. മറുപടി ഒന്നും പറയാതെ അവൾ എഴുന്നേറ്റ് പോയപ്പോൾ ജയന്തിയും ശ്രീവിദ്യയും അസ്വസ്ഥതയോടെ പരസ്പരം നോക്കിയിരുന്നു. സുഗന്ധിയും അത് കേട്ടു. ഇത്രയും പെട്ടെന്ന് വിവാഹം നടക്കുന്നതിനുള്ള ദേഷ്യമായിരിക്കും അവൾക്കെന്നായിരുന്നു എല്ലാവർക്കും തോന്നിയിരുന്നത്. ജയന്തിയുടെ മുഖം മങ്ങുന്നത് കണ്ടപ്പോൾ സുഗന്ധി അവരെ ആശ്വസിപ്പിച്ചു. ജയ വിഷമിക്കേണ്ട, അവൾ കൊച്ചുകുട്ടിയല്ലേ, അവളുടെ എതിർപ്പുകളൊന്നും കാര്യമാക്കേണ്ട. നല്ലൊരു ജീവിതം ലഭിക്കുമ്പോൾ അതിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോൾ അവളീ പറഞ്ഞതൊക്കെ മറന്നോടും. നമ്മളൊക്കെ സമ്മതത്തോടെ വിവാഹം കഴിച്ചവരാണോ? പിന്നീട് ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വവും സ്നേഹവും ഒക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ അവളുടെ വിശ്വാസങ്ങളൊക്കെ മാറിക്കോളും. ഹരി പറഞ്ഞതനുസരിച്ച് നല്ല വീട്ടുകാരാണ്, അതുകൊണ്ട് ആ വിവാഹം നടക്കട്ടെ. അത് കഴിയുമ്പോൾ അവൻ്റെ സ്നേഹവും കരുതലും ലഭിച്ചു കഴിയുമ്പോൾ അവളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കോളും. അതോർത്ത് നീ വിഷമിക്കണ്ട. സുഗന്ധിയുടെ വാക്കുകൾ ഹരിയിലും ഒരു പ്രതീക്ഷ പടർത്തി. ശരിയാണ്, പാതിയുടെ സ്നേഹവും കരുതലും കിട്ടുമ്പോൾ എല്ലാം മറക്കാതെ ഏത് പെൺമനസ്സാണുള്ളത്? അമലിൻ്റെ സ്നേഹത്തിൽ വീർപ്പ് മുട്ടുന്ന നിമിഷങ്ങളിൽ അവൾ തന്നെ പതിയെ മറന്നുകൊള്ളും. ഈ പ്രായത്തിൽ അവൾക്ക് തോന്നിയൊരു കയ്യബദ്ധമായി പിൽക്കാലത്ത് അവൾക്ക് ഓർത്ത് ചിരിക്കാവുന്നൊരു ഓർമ്മയായി. അങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതിരിക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സുമൊന്ന് പിടഞ്ഞു. താൻ നെഞ്ചോട് ചേർത്ത് നടന്ന കുട്ടിയാണ്, ഇങ്ങനെ ഉരുകുന്നത് കാണാൻ വയ്യ. എല്ലാവരും വീണ്ടും ഷോപ്പിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവളുടെ അരികിലായി ശ്രീഹരിയും ചെന്നിരുന്നു. തൊട്ടരികിൽ ആ സാന്നിധ്യം അറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കി. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തു നിന്നും ശ്രദ്ധ മാറ്റി ഫോണിലേക്ക് നോക്കുകയും ചെയ്തു. ജാനിക്കുട്ടിക്ക് എന്താ പറ്റിയത്? ഏത് നിമിഷം മുതലാണ് മോളെ നിന്റെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കടന്നു തുടങ്ങിയത്? നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. ജാനി മോളെ, നീ ആ പഴയ ജാനിക്കുട്ടിയാവണം. ഹരിയേട്ടനോട് കളിതമാശകളും കുസൃതികളും ഒക്കെ പറയണം. വീണ്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയാൻ ശ്രമിച്ചു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ആത്മാർത്ഥമായി അങ്ങനെ പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. തന്നെ മറ്റൊരു കണ്ണിൽ കണ്ട അവളോട് നേരിയ പരിഭവം ഉള്ളിൽ എവിടെയോ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. പക്ഷെ അവളുടെ മുൻപിൽ അത് കാണിച്ചില്ല. ചിലപ്പോൾ ആ പരിഭവവും അവളെ തകർത്ത് കളയാൻ പാകമുള്ളതായിരിക്കും. ഇനി ഒരിക്കലും എനിക്ക് ഹരിയേട്ടൻ്റെ പഴയ ജാനിയാവാൻ സാധിക്കില്ല. എൻ്റെ മനസ്സിൽ അക്കാലത്ത് ഹരിയേട്ടനോടുണ്ടായിരുന്നത് ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിലിപ്പോൾ ഹരിയേട്ടൻ്റെ സ്ഥാനം അങ്ങനെയല്ല. ഇന്നും ഒരു വേദനയോട് മാത്രം ഓർക്കാൻ കഴിയുന്നൊരു നഷ്ടപ്രണയം മാത്രമാണ് എനിക്കിപ്പോൾ ഹരിയേട്ടൻ. മറ്റാരോടും ഇതൊന്നും പറയാൻ പോലും സാധിക്കാതെ എൻ്റെ മനസ്സ് വീർപ്പ് മുട്ടുകയാണ്. പക്ഷെ എൻ്റെ സ്നേഹം ഹരിയേട്ടനൊരു ബാധ്യതയാവില്ല. ഹരിയേട്ടൻ്റെ നല്ല ജീവിതത്തിന് ഞാനൊരു തടസ്സമാകില്ല. ഹരിയേട്ടന് വേണ്ടിയാണെല്ലാം. ഒട്ടും താല്പര്യമില്ലാത്ത ഈ വിവാഹം പോലും. മനസ്സുകൊണ്ട് ഞാനെന്നും ഹരിയേട്ടൻ്റെ മാത്രമായിരിക്കും. ശരീരം കൊണ്ട് മറ്റൊരാളുടെ സ്വന്തമായാലും എൻ്റെ മനസ്സിലെന്നും ഹരിയേട്ടൻ മാത്രമായിരിക്കും. പക്വതയുള്ളൊരു സ്ത്രീയെ പോലെ അവൾ പറഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു ശ്രീഹരിക്ക് തോന്നിയിരുന്നത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്കറിയാമോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി. അവളുടെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണെന്ന് ആ നിമിഷം അവന് തോന്നി. ഇല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. എന്തു പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കുന്നതെന്ന് അവനും അറിയില്ലായിരുന്നു.
ആശ്വാസവാക്കുകളൊന്നും ഫലം കാണില്ലെന്ന് മാത്രമല്ല, വീണ്ടും അവളുടെ മനസ്സിലേക്ക് മറ്റൊരു മോഹത്തിൻ്റെ ഉറവ പൊട്ടാനുള്ള കാരണമാവുകയുള്ളൂ എന്ന് അവനും ഉറപ്പായിരുന്നു. വെറുതെ ഒരിക്കൽ കൂടി അവളുടെ മനസ്സിൽ ഒരു മോഹം നൽകണ്ട. ഇപ്പോൾ തന്നോടുള്ള വാശിയുടെയും ദേഷ്യത്തിൻ്റെയും പേരിലാണെങ്കിലും അവൾ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് അവന് തോന്നി. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെ കൂടുതൽ അവളെ നിർബന്ധിക്കാനും അവൻ പോയില്ല. അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു ശ്രീഹരി. തിരികെയുള്ള യാത്രയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരുന്നു. ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഭക്ഷണത്തിൽ വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ജാനകിയെ കണ്ടപ്പോൾ ശ്രീഹരിക്ക് ദേഷ്യമാണ് തോന്നിയത്. തിരികെയുള്ള യാത്രയിൽ ജാനകി മൗനത്തിലായിരുന്നു. അവന് കാണാവുന്ന രീതിയിലായിരുന്നു അവൾ പുറകിലത്തെ സീറ്റിലിരുന്നത്. ആരോടും ഒന്നും സംസാരിക്കാതെ കാറിലേക്ക് കയറി ഒതുങ്ങിയ സ്ഥലം കണ്ടുപിടിച്ച് കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. അവളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരും അവളോടൊന്നും ചോദിച്ചിരുന്നില്ല. കല്യാണ വിഷയത്തെപ്പറ്റിയുള്ള മറ്റു കാര്യങ്ങളായി ചർച്ച. സ്റ്റീരിയോയിൽ ഇന്നും ഗാനം നിറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇന്ന് ഗാനങ്ങളെല്ലാം ശ്രീവിദ്യയുടെ ഇഷ്ടത്തിനായിരുന്നു ഇട്ടിരുന്നത്. ഹരിക്കൊപ്പം മുൻസീറ്റിലായിരുന്നു ശ്രീവിദ്യ. ബൈക്കിൽ പുറകെ ശ്രീദേവും. സേതുവും കാറ്ററിംഗ് ബുക്ക് ചെയ്യാൻ പോയതായിരുന്നു അവർ. മറ്റു കാര്യങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. പെട്ടെന്നാണ് സ്റ്റീരിയോയിൽ നിന്നും ആ ഗാനം വന്നത്. ജാനകി മിഴികൾ വലിച്ചു തുറന്നു. കണ്ണാടിയിലൂടെ കൃത്യമായി തന്നെ ശ്രീഹരി അത് കാണുകയും ചെയ്തു. എന്തിനെന്നറിയില്ല, ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. ആ വരികൾ കേട്ടപ്പോൾ അറിയാതെ അവളുടെ മിഴികൾ നനഞ്ഞു തുടങ്ങി. അരികിലിരുന്ന് ആരും കാണാതെ അവൾ ഷോള് കൊണ്ട് ആ മിഴികൾ ഒപ്പി. പക്ഷെ ശ്രീഹരിയുടെ മനസ്സിൽ ആ നിറഞ്ഞ മിഴികൾ ഒരു വേദനയായി നിന്നിരുന്നു. അവളുടെ മനസ്സിൽ അവനുള്ള സ്ഥാനം, അവനോടുള്ള പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, അവയെല്ലാം ആ മിഴികളിൽ നിന്നും അവന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അത്ഭുതത്തോടെ അറിയാതെ ശ്രീഹരി തിരിഞ്ഞു നോക്കിപ്പോയി. കൃത്യമായി തന്നെ നോട്ടം ചെന്നതും ജാനകിയുടെ മുഖത്തേക്കായിരുന്നു. ഹരിയേട്ട, നോക്കി വണ്ടി ഓടിക്കേ, ശ്രീവിദ്യ പറഞ്ഞപ്പോഴാണ് ശ്രീഹരിക്ക് ബോധം വന്നത്. അവൻ പെട്ടെന്ന് തന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്നോട് അവൾക്ക് തോന്നിയ പ്രണയത്തെ, കുറച്ച് ദിവസത്തെ പ്രണയത്തിന് ഇത്രയും ആഴമുണ്ടായിരുന്നു എന്ന് പോലും അവന് തോന്നിയിരുന്നില്ല. അവളുടെ മിഴികളിൽ തെളിഞ്ഞു നിന്ന നിസ്സഹായ അവസ്ഥ തന്നെ കൊല്ലാതെ കൊല്ലുന്നതാണെന്ന് തോന്നിയവന് തൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ഒരു വേവലാതിയോട് തന്നെ ശ്രീഹരി അറിഞ്ഞു. പക്ഷെ 2-3 ദിവസങ്ങൾ കൂടിയുള്ളൂ അവൾ മറ്റൊരാളുടേതായി മാറാൻ. ആ ഒരു മനസമാധാനം അവനിൽ നിറഞ്ഞു. അവളുടെ മനസ്സിൻ്റെയും പ്രായത്തിൻ്റെയും ചാബല്യമാണതെന്ന് സ്വന്തം മനസ്സാക്ഷിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും തന്നെ പ്രണയം നിറഞ്ഞ മുഖത്തോട് നോക്കുന്ന ആ പെണ്ണിൻ്റെ മുഖം അവൻ്റെ മനസ്സിൽ തന്നെ തെളിഞ്ഞു നിന്നു. തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നവളെ വേദനിപ്പിക്കുന്നത് തെറ്റാണോ എന്ന ചിന്തയും ഒരു വേള അവൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ചിന്തിച്ചിട്ടും അവളെ ഒരിക്കലും മറ്റൊരു സ്ഥാനത്തേക്ക് കാണുവാൻ തനിക്ക് സാധിക്കില്ലെന്ന സത്യത്തിനെ അവൻ അംഗീകരിച്ചു തുടങ്ങി. വികാരവും വിവേകവും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നത് പോലെ. പക്ഷെ എത്രയൊക്കെ തിരിച്ചു മറിച്ചും ചിന്തിച്ചാലും അവൾ തനിക്ക് അനുജത്തി മാത്രമാണ് എന്ന അനുമാനത്തിലെത്താൻ മാത്രമേ ശ്രീഹരിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അവളെ ഒരിക്കലും തനിക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കില്ല. അന്നത്തെ ദിവസം പിന്നീട് ജാനകി ഹരിയോട് സംസാരിക്കാൻ നിന്നില്ല. നിർബന്ധിച്ച് അവളുടെ അരികിലേക്ക് ചെല്ലാൻ അവനും ആഗ്രഹിച്ചിരുന്നില്ല. ആ ഒരു നിമിഷം ഒറ്റയ്ക്കിരിക്കുവാൻ അവനും ആഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴും ജാനകിയുടെ നനഞ്ഞ കണ്ണുകൾ തന്നെ വേട്ടയാടുന്നത് ശ്രീഹരി തിരിച്ചറിഞ്ഞു. ഇനിയൊരു പക്ഷേ ജീവിതകാലം മുഴുവൻ ആ കണ്ണുകൾ തന്നെ വേട്ടയാടുമോ എന്നൊരു ഭയം അവനിൽ നിറഞ്ഞിരുന്നു. പിന്നീടുള്ളവൻ്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവളുടെ വേദനിച്ച മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അവളോടുള്ള ഇഷ്ടത്തിൻ്റെ നിറത്തിൽ ഒരു തരി പോലും മാറ്റം വരുന്നുമില്ല. അത് വാത്സല്യമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രണയത്തിൻ്റെ പരിവേഷം ഒട്ടുമില്ല. പരിശുദ്ധമായ ഒരു ബന്ധമായി മനസ്സിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ അവസ്ഥയിൽ വേദന തോന്നിയാലും അവളെ പ്രണയിക്കുവാനോ ഭാര്യയുടെ സ്ഥാനത്തേക്ക് അവളെ കാണുവാനോ സാധിക്കില്ലെന്ന സത്യത്തിന് ശ്രീഹരി അംഗീകരിച്ചു. വിവാഹ നിശ്ചയത്തിൻ്റെ തലേ രാത്രി എത്ര ശ്രമിച്ചിട്ടും ജാനകിക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഈ രാത്രി മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചിരുന്നു. ഹരിയേട്ടൻ അതറിയണം. ഉരുകി ഉരുകി താൻ മരിച്ചു എന്നറിയുമ്പോഴെങ്കിലും തന്നോടുള്ളൊരിഷ്ടം
ഹരിയേട്ടന് തോന്നിയാലോ? അത്തരം ചിന്തകൾ അവളുടെ മനസ്സിലൂടെ പോയി. എത്ര ഭാഗ്യമില്ലാത്തൊരു പെൺകുട്ടിയാണ് താനെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു. ഇത്രയും ഭാഗ്യം കെട്ടൊരു വ്യക്തി ഈ ലോകത്ത് വേറെ ഉണ്ടായിരിക്കില്ല. അച്ഛൻ്റെ ലാളനം കിട്ടേണ്ട സമയങ്ങളിൽ തന്നെ അത് നഷ്ടപ്പെട്ടു. അമ്മ പിന്നീട് അച്ഛൻ്റെ ഓർമ്മകളിലായിരുന്നു ജീവിച്ചത്. തന്നെ കാര്യമായി അമ്മ ശ്രദ്ധിച്ചു പോലുമില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയൊരു ലോകമുണ്ടാക്കി. അതിൽ തന്നെയായിരുന്നു ജീവിതം മുഴുവൻ. മുഴുവൻ കരുതലും സംരക്ഷണവും എല്ലാം ലഭിച്ചത് അവനിൽ നിന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ഒരുവനോടൊപ്പം ഒരു ജീവിതവും. പക്ഷെ അതും തൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിക്കാനുള്ള ആയുധമായാണ് ഈശ്വരൻ കണക്കാക്കിയത്. ഈ ജന്മം ആഗ്രഹിച്ചിട്ടൊന്നും ലഭിച്ചിട്ടില്ലാത്തൊരു പെൺകുട്ടിയാണ് താൻ. അവൾക്ക് സ്വയം തോന്നി. അറിയാതെ മിഴികൾ നനഞ്ഞു വന്നു. ഓരോന്നോർത്ത് എങ്ങനെയോ ആ രാവ് വെളുപ്പിച്ചു. അപ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ടിരുന്നു. അമ്മയായിരിക്കണമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ഈ ദിവസം തന്നെ കാത്തിരിക്കുന്ന ജീവിതവിധികളെപ്പറ്റി അറിയാതെ. നീ ഉണർന്നിരുന്നോ? ഞാൻ വിചാരിച്ചു മോൾ ഉണർന്നിട്ടുണ്ടാവില്ലെന്ന്. കാലത്തെ അമ്പലത്തിലൊക്കെ പോകേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ജയന്തി വാചാലയായി. അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇന്നലത്തെ രാത്രി താൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലെന്ന്. പിന്നീട് ഉണരേണ്ട ആവശ്യമില്ലല്ലോ. മോളെ, വേഗം പോയി കുടിച്ച് റെഡിയാവാൻ നോക്ക്. 7:30 ആകുമ്പോഴേക്കും സേതുവേട്ടനൊക്കെ എത്തും. അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകണ്ടേ? ഒന്ന് തലയാട്ടി കാണിച്ചവൾ നേരെ കുളിമുറിയിലേക്ക് കയറി. ആ കുളിര് നിറഞ്ഞ പ്രഭാതത്തിൽ പോലും ശരീരം ചുട്ടുപൊള്ളുന്നതാണെന്ന് അവൾക്ക് തോന്നി. ഈ തീ അണയ്ക്കാൻ ഈ തണുത്ത വെള്ളത്തിനാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ഷവറിൽ നിന്നും ശരീരത്തിലേക്ക് വെള്ളം ഒരു പരിധിവരെ തൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിവുള്ളതായിരുന്നുവെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്ന് അവൾ വിവാഹമോതിരം തൻ്റെ കൈകളിൽ അണിയിക്കുന്ന നിമിഷം മുതൽ ശ്രീഹരിയും താനും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുകയാണെന്ന് അവൾ വിചാരിച്ചു. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എവിടെയോ ഒരു പ്രതീക്ഷ ബാക്കിയാണ്. തൻ്റെ സ്നേഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സിനിമയിലൊക്കെ കാണുന്നത് പോലെ അവസാന നിമിഷം അമലിൽ നിന്നും തന്നെ രക്ഷിച്ച് സ്വന്തമാക്കിയിരുന്നുവെങ്കിൽ. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നുവെങ്കിലും മനസ്സിൻ്റെ ഒരു കോണിൽ വെറുതെ അവൾ അങ്ങനെ മോഹിച്ചു. ഈ ദിവസങ്ങൾക്കിടയിൽ പലവട്ടം അവൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. 1-2 മിനിറ്റ് എന്തെങ്കിലും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമായിരുന്നു പതിവ്. നല്ലൊരു മനുഷ്യനാണെന്ന് അവനെന്ന് സംസാരത്തിൽ കൂടി തന്നെ മനസ്സിലായി. പക്ഷെ അവനോട് ഉള്ളു തുറന്ന് സംസാരിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയില്ലല്ലോ. മനസ്സ് നിറച്ച് മറ്റൊരുവന് നൽകിയ താൻ എങ്ങനെയാണ് വേറൊരാളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത്? ഒരു മൂളലിലോ അല്ലെങ്കിൽ ഒറ്റ വാക്കിലോ മറുപടിയായാലോ വാക്കുകൾ ഒതുക്കെയായിരുന്നു പലപ്പോഴും ചെയ്തിരുന്നത്. അതിനുമപ്പുറം അയാളോട് സംസാരിക്കാൻ തനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് ആ സംസാരം ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും പതിയെ അയാൾ തന്നെ ഒഴിഞ്ഞു മാറി ആ സംസാരം അവസാനിപ്പിച്ചത്. ഒരു കണക്കിന് അതൊരു ഭാഗ്യമായിരുന്നു. പക്ഷേ ഇനി തനിക്ക് ഒരു രീതിയിലും അവഗണിക്കുവാൻ സാധിക്കില്ലല്ലോ. ഇന്നു മുതൽ തനിക്ക് അവഗണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അമൽ മാറുകയല്ലേ? ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഈ അവസ്ഥ തന്നെയായിരിക്കും ഇനി തന്നെ പിന്തുടരുന്നതെന്ന് അവൾ ഓർത്തു. ജീവിതാവസാനം വരെ ശ്രീഹരിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയാതെ വല്ലാതെ ഉരുകിത്തീരും താനെന്ന് അവൾക്ക് തോന്നി. ഒരിക്കലും തനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തായിരിക്കും തൻ്റെ അവസ്ഥ? ഹൃദയത്തിൻ്റെ ഉടയോൻ ഒരു വശത്ത് താലി കെട്ടി സ്വന്തമാക്കിയവൻ മറുവശത്ത്. ഒരുപാട് വേഷങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ താൻ കെട്ടിയാടേണ്ടി വരും. അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ ഭ്രാന്തി പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നും. പെട്ടെന്ന് തന്നെ തോർത്തെടുത്ത് തലചുറ്റി കെട്ടി പുറത്തേക്കിറങ്ങി. അമ്മ പറഞ്ഞതുപോലെ തന്നെ 7 മണി ആയപ്പോഴേക്കും അവിടെ നിന്നും എല്ലാവരും എത്തി. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. പക്ഷെ ശ്രീഹരിയുടെ മുഖത്ത് മാത്രം അതവൾ കണ്ടിരുന്നില്ല. ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കേണ്ട സമയമാണ് ഹരിയേട്ടനത്. എന്നിട്ടും ഹരിയുടെ മുഖത്ത് ആ സന്തോഷമില്ല. ആ മനസ്സിലേക്കൊരു സ്ഥാനം തനിക്ക് ഉണ്ടായി തുടങ്ങിയോ എന്നൊരു സംശയം അവൾക്കുണ്ടായിരുന്നു. ഇങ്ങനെയൊന്ന് തൻ്റെ മനസ്സിൽ തോന്നിയിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എത്ര സന്തോഷത്തോടെ കടന്നു പോകാമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്ന ഹരിയേട്ടൻ ഒരേട്ടൻ്റെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. തൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു തെറ്റാണോ എന്നോർത്തു. അല്ല, ഏട്ടൻ്റെ സ്ഥാനത്തല്ല, അമലിൻ്റെ സ്ഥാനത്ത് ഹരിയേട്ടനായിരുന്നുവെങ്കിൽ എത്ര സന്തോഷമായിരുന്നു. ആ രീതിയിൽ അവളുടെ മനസ്സിൽ ചിന്തകൾ പോയിരുന്നു. ശ്രീവിദ്യയ്ക്കൊപ്പമായിരുന്നു അവൾ അമ്പലത്തിലേക്ക് പോയിരുന്നത്. അമ്പലത്തിൽ ചെന്നപ്പോഴും ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും അവൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സ്നേഹം എന്നെങ്കിലും ഹരിയേട്ടൻ മനസ്സിലാക്കി തന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന്.
ഈ അവസാന നിമിഷം ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും എന്തിനാണ് താൻ ഇങ്ങനെ ഒരു വ്യർത്ഥമായ പ്രാർത്ഥന നടത്തുന്നതെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു. ഒരു പക്ഷേ മനസ്സിലൊരു നാമജപം പോലെ ഇത് മാത്രം ഇരിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് അവൾ തന്നെ വിശ്വസിച്ചു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ശ്രീവിദ്യയും സുഗന്ധിയും കൂടി ചേർന്നായിരുന്നു അവളെ ഒരുക്കിയത്. സ്വർണ്ണ കസവ് കരിയുള്ള ടിഷ്യൂ സെറ്റ് സാരി നല്ല രീതിയിൽ ഞൊറിഞ്ഞുകൊടുത്തു. അതിന് ചേരുന്ന നീലയിൽ ഗോൾഡൻ സ്റ്റോൺ ഹാൻഡ് വർക്ക് പതിപ്പിച്ച ബ്ലൗസും അണിഞ്ഞു. നീളൻ മുടി രണ്ടു വശത്തു നിന്നും വകഞ്ഞു കുളിപ്പിന്നലിട്ടു. ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴും ഒരു അപ്സരസിനെ പോലെ തിളങ്ങി നിന്നിരുന്നവൾ മുല്ലപ്പൂക്കൾ കൂടി ആ മുടിയിൽ ചൂടിയപ്പോഴേക്കും ജാനകിക്കൊരു പ്രത്യേക സൗന്ദര്യം കൈവന്നതുപോലെ എല്ലാവർക്കും തോന്നി. ആര് കണ്ടാലും മുന്നിൽ ഐശ്വര്യം തോന്നിപ്പിക്കുന്ന ഒരു മുഖമായിരുന്നു അവളുടെ. ഇരുനിറത്തിലുള്ള ആ മുഖത്തിനൊരു നീല പൊട്ടുകൂടി അലങ്കാരം തീർത്തു. ശ്രീഹരി പോലും ഒരു നിമിഷം അവളെ നോക്കി നിന്ന് പോയിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അമലിൻ്റെയും വീട്ടുകാരുടെയും വണ്ടി വാതിലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും സന്തോഷത്തോடு തന്നെയാണ് ഇറങ്ങിയത്. അവൻ്റെ അമ്മ ഇറങ്ങി വന്ന ഉടനെ ജാനകിയുടെ കൈകളിൽ പിടിച്ചിരുന്നു. സ്നേഹത്തോടെ അവളുടെ മുഖത്ത് തലോടുകയും ചെയ്തു. ആ കാഴ്ച ശ്രീഹരിയുടെ ഉള്ളിൽ നിറച്ചിരുന്നു. സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് അവൾ എത്തിയതെന്ന ആ വിശ്വാസം അവനെ വലിയൊരു ആശ്വാസം നൽകി. പിന്നീട് എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ തുടങ്ങാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു. നിശ്ചയതാംബൂലം പരസ്പരം കൈമാറുന്നതിനിടയിൽ തന്നെ എഴുതിരിയിട്ട് കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ ഒരു തിരി കേട്ടു. ആ നിമിഷം തന്നെ അമലിൻ്റെ വീട്ടുകാരുടെ മുഖത്ത് എന്തോ ഒരു നീരസം തോന്നി കണ്ടിരുന്നു. എന്തൊരു കാറ്റാണ്, അതുകൊണ്ടാ എന്നും പറഞ്ഞ് സുഗന്ധി ആ നിമിഷം വളരെ മനോഹരമായി തന്നെ ഒന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ്റെ അമ്മയുടെ മുഖത്തൊരു തൃപ്തിയില്ലായ്മ പ്രകടമായി തോന്നിയിരുന്നു. പക്ഷെ ജാനകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്കൊന്നും പറയാനും വയ്യ. അത്രമേൽ ആരെയും വരുതിയിലാക്കുന്ന നിഷ്കളങ്കതയും ഐശ്വര്യവുമായിരുന്നു അവൾക്ക്. എടുത്തു പറയാൻ വലിയ സൗന്ദര്യം തോന്നില്ലെങ്കിലും ഐശ്വര്യം നിറഞ്ഞ മുഖം അവളൊരു നല്ല സ്ത്രീയാണെന്ന് കാണിച്ചു. തൻ്റെ മകൻ അവളേക്കാൾ യോഗ്യയായ ഒരു പെണ്ണിനെ കിട്ടില്ലെന്ന് ആ അമ്മയുടെ മനസ്സിലിരുന്ന് ആരോ മന്ത്രിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ കാര്യത്തിൽ തോന്നിയൊരു പ്രശ്നമുണ്ടാക്കുവാൻ അവരും ആഗ്രഹിച്ചിരുന്നില്ല. പിന്നീട് മോതിരങ്ങളുടെ കൈമാറ്റം മാത്രമായിരുന്നു ബാക്കി. മോതിരം കൈമാറുന്ന സമയമായപ്പോൾ ജാനകി ശ്രീഹരിയുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കിയിരുന്നു. ഉള്ളിൽ നിറച്ച സകല പ്രതീക്ഷകളും നിറച്ചൊരു നോട്ടം. ശ്രീഹരി അത് കണ്ടില്ലെന്ന് നടിച്ചു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന ആ നിമിഷത്തെ നിസ്സഹായത വീണ്ടും അവനെ ദുർബലനാക്കുന്നത് പോലെ അവന് തോന്നി. പ്രതീക്ഷയോടെയാണ് അവൾ നോക്കുന്നത്. അവസാന ശ്രമം എന്നവണ്ണം മറ്റൊരാളുടെ ആകുന്നതിന് മുൻപ് അറിയാതെങ്കിലും തൻ്റെ കണ്ണുകളിൽ അവളോട് അല്പം പ്രണയം വിരിഞ്ഞിട്ടുണ്ടോ എന്ന് തിരയുകയാണ് അവളെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ പ്രണയം അറിഞ്ഞ് വീണ്ടും ഹൃദയത്തിൽ ഒരു നോവ് പടരുന്നത് ജാനകി അറിഞ്ഞു. എങ്കിൽ പെട്ടെന്ന് തന്നെ മോതിരം ഇട്ടോളൂ എന്ന് കൂട്ടത്തിൽ മുതിർന്നൊരാൾ പറഞ്ഞപ്പോൾ തട്ടിൽ നിന്ന് മോതിരം എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അമലിൻ്റെ അച്ഛൻ്റെ ഫോണിൽ ബെല്ലടിച്ചത്. ആദ്യം അത് കാര്യമാക്കിയില്ല. മോതിരം കൈകളിലേക്ക് അണിയാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും ഫോൺ ബെല്ലടിച്ചു. അത്യാവശ്യക്കാരാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഫോൺ എടുക്കണമെന്ന് അയാൾക്ക് തോന്നി. ഏതായാലും ഫോൺ എടുക്കാൻ ആരോ പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി. ഫോൺ എടുത്ത് അയാളുടെ മുഖഭാവം മാറുന്നത് കണ്ടപ്പോൾ എല്ലാവരിലും ഒരു പരിഭ്രമം തോന്നി. എന്തായിട്ടാ, എന്തുപറ്റി? അമലിൻ്റെ അമ്മ ഒരു വല്ലായ്മയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ല, അമ്മ ബാത്റൂമിലൊന്ന് വീണുവെന്ന്, ബോധമില്ലായിരുന്നു. ഇപ്പോൾ ആശുപത്രിയിലാണ്. അമലിൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. തീരെ നടക്കാൻ പറ്റാത്ത ആളാണവർ. കഷ്ടിച്ച മുറിയിൽ നിന്ന് ബാത്റൂമിൽ വരെ പോകുമെന്നേ ഉള്ളൂ. എന്നാലും ഇതുവരെ അങ്ങനെ ബാത്റൂമിൽ വീണ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്തു പറ്റിയതാണോ എന്തോ. അമലിൻ്റെ അമ്മയുടെ മുഖത്ത് വീണ്ടും ഒരു വിമ്മിഷ്ടം നിറഞ്ഞു. പ്രായമായ ആളുകളല്ലേ, അത് കാര്യമാക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. അവരുടെ കൂട്ടത്തിൽ ആരോ പറഞ്ഞു. ഇല്ല, ഇപ്പോൾ ഉടനെ ഈ ചടങ്ങ് വേണ്ട, കുട്ടികളുടെ ജാതകം ഒന്നുകൂടെ നോക്കിയിട്ട് മതി. അമലിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. പക്ഷെ ജാനകിയുടെ മുഖത്ത് മാത്രം ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് ശ്രീഹരി കണ്ടു. വേണ്ടെന്നോ? ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ചടങ്ങ് വേണ്ടെന്നോ? ശ്രീഹരി അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ ഓരോ സൂചനകളായി കാണിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടേക്ക് വരുന്ന സമയത്ത് 2 വട്ടം വണ്ടിയൊന്ന് പാളി, ഒരു പൂച്ച വട്ടം ചാടി, രാവിലെ ഏട്ടൻ്റെ കാലൊന്നിടറി. ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ താമ്പോലം കൈമാറിയപ്പോൾ നിലവിളക്ക് കെട്ടു. പിന്നെ മോതിരം ഇടുന്നതിന് അവിടുന്ന് തൊട്ട് മുൻപാണ് ഫോൺ വന്നത്. ഇതൊക്കെ ഈശ്വരന്മാർ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക്
ഈ ജാതകത്തിലും ദൈവവിശ്വാസത്തിലുമൊക്കെ അല്പം വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. ഈശ്വരനെ വെല്ലുവിളിച്ചൊരു കല്യാണം നടത്താൻ താല്പര്യമില്ല. അവർ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അതിന് ഇവരുടെ ജാതകത്തിൽ നല്ല ചേർച്ചയുണ്ടെന്നാണല്ലോ പറഞ്ഞത്, സേതു പറഞ്ഞു. ജാതകത്തിൽ ചേർച്ചയുണ്ടായാൽ മാത്രം പോരല്ലോ, ആദ്യം മുതലേ കല്ലുകടിയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. എങ്കിലും ഞങ്ങൾ പൂർണ്ണമായി ഒഴിയുന്നില്ല. നന്നായി ഒന്ന് ആലോചിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കിയതിന് ശേഷം അറിയിക്കാം. പിന്നെ ഒരുപാട് ആളുകളെ ഒന്നും വിളിച്ചു കൂട്ടിയിട്ടില്ലല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അടുത്തുള്ള ചില ആളുകളും. അവർക്കൊക്കെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അമലിൻ്റെ അമ്മ തീർത്തു പറഞ്ഞപ്പോൾ എല്ലാവരും അസ്വസ്ഥരായിരുന്നു. അമലിൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോട് ജയന്തി നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അമ്മ പറയുന്നതിനപ്പുറം ഒന്നുമില്ലെന്ന് ആ മുഖത്തു നിന്ന് തന്നെ മനസ്സിലായിരുന്നു. അമലിൻ്റെ തീരുമാനം ഇതാണോ? ശ്രീദേവി ചോദിച്ചു. അച്ഛനെയും അമ്മയും ഞാൻ എതിർക്കാറില്ല അങ്കിൾ, മറ്റെവിടെയോ ദൃഷ്ടി ഊന്നി അവൻ പറഞ്ഞു. ഈ വിളിച്ചു കൂട്ടിയവരോടൊക്കെ എന്താ ഞാൻ പറയുക? എൻ്റെ കുട്ടിക്ക് ജാതകദോഷമാണെന്നോ? ജയന്തി കരയാറിയായി. നിങ്ങളുടെ കുട്ടിക്ക് ജാതകദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദോഷം ചിലപ്പോൾ എൻ്റെ മകനുമാവാം. എന്താണെങ്കിലും ഇത്രയുമൊക്കെ സൂചനകൾ ഈശ്വരൻ്റെ ഭാഗത്തു നിന്നും തന്നതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പൂർണ്ണമായി വേണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. നല്ല ഏതെങ്കിലും ജ്യോത്സ്യന്മാരെ കണ്ട് ഒരു കുഴപ്പവുമില്ലെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നടത്താം. നമ്മളിപ്പോൾ എല്ലാം തള്ളിക്കളഞ്ഞത് നടത്തുന്നുവെന്ന് തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അവരെഴുന്നേറ്റു. അവരുടെ ആ വാക്കുകൾ ആയിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. അമൽ ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ ശ്രീഹരിക്കാണ് ഏറ്റവും വേദന തോന്നിയത്. താൻ മുൻകൈ എടുത്ത് കൊണ്ടുവന്ന ആലോചനയാണ്. ജയന്തിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് വല്ലാത്ത കുറ്റബോധം തോന്നിയിരുന്നു. ജാനകി മാത്രം എന്തോ വലിയ സമാധാനത്തിൽ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ശ്രീഹരിക്ക് ദേഷ്യമാണ് തോന്നിയത്. മോനെ, അവരോട് പോകില്ലേ എന്ന് പറ. അത് പറഞ്ഞുകൊണ്ട് ജയന്തി അവൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ശ്രീഹരിയുടെ വേദന കൂടി. സാരമില്ല, പോട്ടെ. ഇങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം ജാനി അയക്കുന്നതിലും നല്ലത് അവർ പോകുന്നത് തന്നെയാണ്. നാളെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അവർ അവളെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്തു ചെയ്യും? പുറത്തു കൂടിയിരുന്ന ആളുകൾക്കിടയിൽ പല രീതിയിലുള്ള മുറുമുറുപ്പുകൾ ഉയർന്നു. അതോടെ ജയന്തിക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അവർ കുഴഞ്ഞു വീണു. ആ നിമിഷം തന്നെ ജാനി ഓടിപ്പോയി അമ്മയെന്ന് വിളിച്ചു. അവളുടെ അലർച്ചയാണ് ശ്രീഹരി അങ്ങോട്ട് നോക്കാൻ പോലും പ്രേരിപ്പിച്ചിരുന്നത്. പെട്ടെന്ന് ശ്രീഹരി ഓടി അവരുടെ താങ്ങി പിടിച്ചിരുന്നു. അപ്പോഴും അവരുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വണ്ടി എടുക്കടാ! ഒരലർച്ചയോടെയായിരുന്നു ശ്രീഹരി ശ്രീദേവിനോടത് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കി. എല്ലാവരും വല്ലാത്തൊരു ഭയത്തിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ICUവിലേക്ക് മാറ്റി. അറ്റാക്ക് വന്നിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ആ നിമിഷം മുതൽ ജാനകിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം അവൻ കണ്ടു. അവൻ്റെ മനസ്സിലും ആരോടും പറയാത്തൊരു ഭയം നിൽപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. സേതുവിനെയും ശ്രീഹരിയെയും മാത്രമായി വിളിച്ച് അയാളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. എന്താ ഡോക്ടർ? സേതു ചോദിച്ചു. ഒരു ഹോപ്പും ഇല്ലടോ. ഇത് 3ാമത്തെ അറ്റാക്ക് അല്ലേ? കുറച്ചു നേരം കൂടി നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഒന്നും പറ്റില്ല. ഒന്നാമതേ അവർക്ക് ഒരുപാട് ബ്ലോക്കുണ്ട്. BPയും ഹൈ ആണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? ശ്രീഹരി ചോദിച്ചു. എവിടെ കൊണ്ടുപോയാലും ഇതിനപ്പുറം ഒരു ട്രീറ്റ്മെൻറ്റും കൊടുക്കാനല്ല ശ്രീഹരി. തൽക്കാലം ആർക്കെങ്കിലും കാണണമെങ്കിൽ കാണാം. പിന്നെ അറിയിക്കേണ്ടവരെ ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിച്ചു. ഡോക്ടർ പറഞ്ഞപ്പോൾ അവസാന പ്രതീക്ഷയും കൈവിട്ടുവെന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. ICUവിന് മുൻപിൽ ജീവച്ഛവം പോലെ ഇരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയോട് താൻ ഇതെങ്ങനെ പറയുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ പറയാതെ എങ്ങനെയാണ്? അവൻ വരുമ്പോഴാണ് നേഴ്സ് പുറത്തേക്ക് വരുന്നത്. ആരാണ്? ശ്രീഹരി. അവരുടെ ചോദ്യമാണ് അവനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാനാണ്. നിങ്ങളെ കാണണമെന്ന് പറയുന്നു. അത് പറഞ്ഞപ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കി ശ്രീഹരി അകത്തേക്ക് കയറി. എന്തൊക്കെയോ ചികിത്സാ സാമഗ്രികളുടെ സഹായത്തോടെ കിടക്കുന്ന ജയന്തിയെ കണ്ടപ്പോൾ അവന് വേദന തോന്നിപ്പോയിരുന്നു. ആ ഒരവസ്ഥയിൽ അവരെ എത്തിക്കാനുള്ള കാരണം താനാണല്ലോ എന്ന കുറ്റബോധം അവനിൽ ഉടലെടുത്തിരുന്നു. മോനെ, ഹരിക്കുട്ട. അവരുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ഒരുപാട് സംസാരിക്കേണ്ട. അവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വ്യക്തമായ രീതിയിൽ അവൻ പറഞ്ഞു. ഞാൻ മരിക്കും മോനെ. ഞാൻ പോയാ എൻ്റെ മോൾക്ക് വേറെ ആരുമില്ല. ആരും കൈവിടരുത്. ഒരിക്കലും
അവൾക്ക് വേറെ ആരുമില്ല. തികച്ച് പറയാൻ പോലും അവർക്കാവതില്ല. അവരുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ചാലിട്ട് ഒഴുകുന്നത് കണ്ടപ്പോൾ ശരിക്കും വേദന തോന്നിയിരുന്നു ശ്രീഹരിക്ക്. അമ്മ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൾ ഒറ്റയ്ക്കാവില്ല. അങ്ങനെ ഒരു വാക്ക് അവർക്ക് നൽകിയപ്പോൾ അവരുടെ കണ്ണിൽ പ്രത്യാശ തിളങ്ങിയിരുന്നു. ആ നിമിഷം തന്നെ ആ ജീവൻ ലോകത്ത് നിന്ന് വിടവാങ്ങുകയും ചെയ്തിരുന്നു. ശ്രീഹരിയുടെ കയ്യിൽ പിടിച്ചിരുന്ന കരങ്ങൾ താഴെ കൂർന്നു വീണു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് വലിയ പാർട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് വലിയ കമൻസ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.